ടേസ്റ്റി റോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ചെമ്പരത്തി കൊമ്പ് കുത്തുന്നതും വേറെ ചെടിയുടെ കൊമ്പ് കുത്തുന്നതും ഒരു മുളകും തൈ വെക്കണമൊക്കെയാണ് കാണിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ചട്ടിയുടെ അടിയിൽ ഞാൻ ചമ്മലിട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ മണ്ണ് ചവരിച്ചോറും ചാണകപ്പൊടി ഉണ്ട്. ചെറുതായിട്ട് ചാണകപ്പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇട്ട് അതിൽ കുറച്ച് സാഫ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് ഈ ചെടിയാണ് ഒരു കൊമ്പ് മരുമോളെ വിട്ട് പോയപ്പോൾ അവിടെ നിന്ന് ഒരു എളാപ്പാൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുക. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. കറ്റാർവാഴൻ്റെ ചെറിയ കഷ്ണം വെച്ചിട്ടാണ് വെക്കുന്നത്. അതുപോലെ വെച്ചിട്ട് ഭാഗം നന്നായി ഒന്ന് അമർത്തി കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെയുള്ള ഇലകളൊക്കെ ഒന്നിട്ട് വെട്ടി കൊടുക്കുന്നുണ്ട്. ഇന്നലെ കൊണ്ടുവന്ന് വെച്ചിരുന്നത് ഇന്നാണിപ്പോൾ നടാൻ പറ്റിയത്. ഇതാണ് പൂവ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പൂവ് ഇട്ട് നിൽക്കുന്നത് കേട്ടോ. വലിയ കൊലയായിട്ടാണ് നിൽക്കുന്നത് അത്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ചെമ്പരത്തി. നല്ല ഭംഗിയുണ്ട്. ഫസ്റ്റ് കണ്ടില്ല, അതാണ് പൂവ്. ഇതിലുണ്ടായിരുന്ന ആ മുട്ട് വിരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കറ്റാർവാഴൻ്റെ കഷ്ടം ഞാനതിന് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. മണ്ണിട്ട് വെച്ചതായിരുന്നു ആദ്യം. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കുക. ഓരോ കൊമ്പ് ഇങ്ങനെ പതുക്കെ വെച്ചിട്ട് നമ്മളുടെ അമർത്തി കൊടുക്കുക. എല്ലാം കൂടെ ഒരൊറ്റ ഇത് തന്നെയാണ്, കവറിൽ തന്നെയാണ് ഞാൻ കുത്തുന്നത്. പൊടിച്ചതിന് ശേഷം നമുക്ക് മാറ്റി കൊടുക്കല്ലോ. ഇത്രയുള്ള അതിലേക്ക് ചെറിയൊരു കമ്പുണ്ടായിരുന്നു, അതും കൂടെ അതിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇതിൽക്കൊക്കെ കുറേശ്ശെ മണ്ണ് കൂടെ ഇട്ട് കൊടുക്കണം, ആ മരയുടെ ഒന്ന് ലെവലായി നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് മുട്ടതിലിട്ട. പിന്നെ ഞാൻ കുറച്ച് സാഫ് വെള്ളത്തിൽ ഇട്ടിട്ട് അത് ഇളക്കിയിട്ട് അതൊന്ന് അതിൻ്റെ മറ്റിലൊഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ചാക്കിൽ മണ്ണും കരിയിലയും കൂടെ ഇട്ട് വെച്ചതായിരുന്നു. ഒരു ലെയർ കരിയിലിടാം, പിന്നെ കുറച്ച് പച്ചല, പിന്നെ കുറച്ച് മണ്ണ്, അങ്ങനെ ആക്കി നിറച്ച് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വളപ്പൊടി ചരിച്ചോറ് ചേർത്ത മണ്ണാണിത്. കുറഞ്ഞ രീതിയിൽ വളപ്പൊടി ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് മുളകും തൈയാണ്, കാശ്മീരി മുളക് തൈയാണ് കേട്ടോ. മുരട് ഭാഗം ഒന്ന് അമർത്തി കൊടുക്കട്ടെ. പിന്നെ സാഫ് തൈൻ്റെ മേലെ കൂടെ ആ ഇല കൊടുക്കത്തൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അത് നല്ലതാണ്. പ്രശ്നമില്ല, നമുക്ക് വൈറസൊന്നും വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം പിന്നെ ഞാൻ ആദ്യം വെച്ചിരുന്ന തക്കാളി തൈയും കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് അവർ വലിയ തൈ വെച്ചതൊക്കെ കാണിച്ചിരുന്നുണ്ട്, അതാണിത്. അതുകൂടെ ഒന്ന് കാണിക്കാനും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.